2025 കർത്താവ് വരുമെന്ന് സജുജാത്തന്നെ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇസ്രായേൽ ഒരിടത്ത് അടിതടക്കുമ്പോൾ എതിർ ക്രിസ്തു കർട്ടന് പിൻപിൽ എഴുന്നേറ്റ് വരാൻ പോകുന്നു. അവനാ ലോകത്തിന്റെ കടികാരം ഇസ്രായേൽ. മൂന്നാമത്തെ മടങ്ങി വരവ് ലോകം അവസാനിക്കും. മത്തായി 24:3-4 വചനത്തോട് കൂടെ വായിക്കണം. മത്തായി 24:3-4 വാക്യങ്ങൾ ഗുരു വായിച്ചു തുടങ്ങി. യേശു ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും, ഈ ലോകം അവസാനിക്കും, അതെപ്പോൾ സംഭവിക്കുമെന്നും, നിന്റെ വരവിനും നീ പോയിട്ട് മടങ്ങി വരും ലോകത്തിന്റെ ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം. അടയാളം എന്തെന്ന് പറഞ്ഞു തരണം അതിന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, യേശു ഞങ്ങളല്ല ഉത്തരം പറഞ്ഞത്, യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതാ എപ്പോൾ കർത്താവിന്റെ വരവ്, അതിനെ ആത്യന്തികമായി അത് നോക്കിയായിരിക്കും സുവിശേഷ പ്രഭാഷണം. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒലിവുമലയിൽ യേശു ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു ആദ്യം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരും. യേശു ക്രിസ്തുവിൻ്റെ വരവിൽ 3 ലോകങ്ങളെ പറ്റി ബൈബിളിനകത്ത്. ഒന്നാമത്തെ ലോകം പുരാതന ലോകം, അതിൻ്റെ പേരാ കാസ്മോസ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ആ ലോകത്തിൻ്റെ പേരാ കാസ്മോസ്. അത് നോഹയുടെ കാലത്ത് ആ ലോകം പോയി. ഇനി രണ്ടാമത്തെ ലോകം, ഇന്നുള്ള ആകാശം. 2 പത്രോസ് 3:10 നിങ്ങളുടെ ബൈബിളിലുണ്ട്. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയഴിയും. ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. ആ ലോകത്തിന് സയൻസ് വിളിക്കുന്നത് അയോൺ. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി. അതുകൊണ്ട് കൊയർ ഇവിടെ പാടും, ചൂള പോലെ കത്തുന്ന നാൾ വരും. എന്നാൽ ദൈവമക്കളുടെ പ്രത്യാശ വളരെ പഠനത്തോടു കൂടിയേ നിങ്ങൾ എഴുന്നേൽക്കാവൂ. വെളിപ്പാട് 21:1-2 ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ആ ലോകം, ആ പൊതുവാന ഭൂമി, അതിൻ്റെ സയൻസ് വിളിക്കുന്നത് വൈക്കോമന. നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് പാവയ്ക്കയിൽ കയ്പ് കാണത്തില്ല, റോസയിൽ മുള്ള് കാണത്തില്ല, കഞ്ചാവിൽ വിഷം കാണത്തില്ല, തെങ്ങേ കള്ളും കാണത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അരിക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റും കളിക്കും. അങ്ങനൊരു കാലമാ പൊതുവാന ഭൂമി, കേട്ടോ. അതിനു വേണ്ടിയാ ദൈവജനം കാത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനോട് ചോദിച്ച കാര്യം, നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം, അടയാളം, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? അതിന് ഞാൻ ഉത്തരം പറഞ്ഞതെല്ലാം യേശു ഉത്തരം പറഞ്ഞു. അതാ ഇസ്രായേലിന്റെ ചിതറക്കം. വായിച്ചു തുടങ്ങുന്നു. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ എല്ലാം നോട്ട് ചെയ്യണം. വായിച്ചട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് എല്ലാ പത്രവാർത്തയും എല്ലാ ടെലിവിഷൻ വാർത്തയും നിങ്ങളുടെ മൊബൈലിലെ വാർത്തയും ഒരുവന്റെ പേര് മാത്രമേ ഉള്ളൂ. അവനാ ലോകത്തിൻ്റെ കടികാരം ഇസ്രായേൽ. ബൈബിള് തുറന്നാലും ടെലിവിഷൻ തുറന്നാലും പത്രം തുറന്നാലും ഈ ഒരു രാജ്യത്തെ കാണിക്കുന്നത്. അത്തി 3 മരങ്ങളോട് യഹൂദനെ ഉപമിച്ചിട്ടുണ്ട്. 1 അവൻ്റെ രാഷ്ട്രീയം, ആ അത്തിയ രാഷ്ട്രീയം. ഹോശയ്യ 9:10 നിങ്ങൾ നോട്ട് ചെയ്യണം. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു, ഇസ്രായേൽ. 2 അവൻ്റെ ആത്മീയം, അതാ ഏറ്റവും നിർണായകം. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. 3 അവൻ്റെ സൗന്ദര്യം, ആ സൗന്ദര്യമാ സങ്കീർത്തനം 128. അങ്ങനെ ഒരു സങ്കീർത്തനം ഏവർക്കും അറിയാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം മാരായമുട്ടം ബിവറേജസിലെത്തത്തില്ല. സന്തോഷമില്ലല്ലോ. നിന്റെ ഭാര്യ കറുത്തമുത്ത് കാണത്തില്ല, നിന്റെ മക്കൾ നെയ്യാറി വൈകിട്ട് ചൂണ്ടയിടാനും പോകത്തില്ല. അങ്ങനെ ഒരു സങ്കീർത്തനം വല്ലവരും കേട്ടിട്ടുണ്ടോ? ഇത് പറയുന്നൊരു സങ്കീർത്തനമാ. എവിടാ? പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിന്, സ്വോത്രം, പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് മംഗള സങ്കീർത്തനം. നിങ്ങളിത് കേൾക്കത്തില്ല, ഫ്രൈഡ് റൈസിന് വേണ്ടി താഴെ തള്ളും. ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ല, കവറിന് വേണ്ടി നോക്കിയിരിക്കും. സ്വോത്രം. അപ്പോൾ 3 മരങ്ങളോട്, അത്തി രാഷ്ട്രീയം, മുന്തിരി ആത്മീയം, ഒലിവ് സൗന്ദര്യം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇസ്രായേൽ ഒരിടത്ത് അടിതടക്കുമ്പോൾ
എതിർ ക്രിസ്തു കർട്ടന് പിൻപിൽ എഴുന്നേറ്റ് വരാൻ പോകുന്നു. ഇനി കാര്യങ്ങൾ പോകാൻ പാടാ. ഒരുവന്റെ കയ്യിൽ ലോകം കൊടുത്താൽ കൊള്ളാം. അതിനാസ്പദമായി ഈ ഡിസംബർ മാസം 2, 3, 4 200 രാജ്യങ്ങൾ ദുബായിൽ കൂടിയപ്പോൾ ആ ഉച്ചകോടി നയിക്കുവാൻ ഒരു മത നേതാവിനെ ക്ഷണിച്ചത് ആന്റി ക്രൈസ്റ്റ് ഒന്നും കത്തോലിക്ക സഭ പരമാധ്യക്ഷനല്ല. എന്തിന് മത നേതാവിനെ വിളിച്ചു? വെളിപ്പാട് 13:7 വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം. മനസ്സിലാകുന്നവർക്കായി യേശുക്രിസ്തു വരുന്നതിന് മുമ്പിട്ട് സ്നാപക യോഹന്നാൻ വഴിയൊരുക്കി. അതുപോലെ അന്ത്യക്രിസ്തു വരുന്നതിന് മുമ്പിട്ട് ഒരു മതത്തെ പിടിച്ച് വഴിയൊരുക്കാൻ ദുബൈയിൽ നടന്ന കോൺഫറൻസ്. അങ്ങനെയെങ്കിൽ അവൻ അടുക്ക വാതിൽക്കൽ ഒരിടത്ത് ഇസ്രായേലും ഗാസയും പൊരിഞ്ഞാടി നടക്കുമ്പോൾ ഇവിടെ ആഗോളതാപനത്തിന് 200 പേർ ഒരുമിക്കുന്നു. യേശു പറഞ്ഞ പ്രവചനം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ വായിക്കാം. അടുത്ത വാക്ക്, ഇതൊക്കെ സംഭവിക്കുവോളം. ഇതെല്ലാം പെരുങ്കടവൽ, ആലത്തൂരും പടപ്പിത്തോട്ടവും മണവാരിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമെന്ന്. സ്വോത്രം. ഇതൊക്കെ സംഭവിക്കുമല്ലോ. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന 95% പേര് ശവപ്പെട്ടിക്കകത്ത് കയറി ലോകെ ഞാൻ ഓട്ടം തികച്ച് പാട്ടുപാടി പോകത്തില്ല, അതിനും വിട്ട് രക്ഷിക്കപ്പെട്ട പ്രിയന്റെ വരവിൽ എടുക്കപ്പെടാമെന്ന്. സ്വോത്രം. ഈ തലമുറ മരണം വഴിയായി പോകുന്നത് ഒഴിഞ്ഞു പോകാൻ സംഭവിക്കത്തില്ല. അടുത്ത വാക്ക്, ആകാശം വായിച്ചട്ടെ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക്, ആ നാളും നാഴികയും സംബന്ധിച്ചോ. പെന്തിക്കോസ്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2025 കർത്താവ് വരുമെന്ന് സജുജാത്തന്നൂർ പറഞ്ഞാൽ അപ്പോഴേ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കി കട്ടമ്പള്ളവും തന്ന് അന്നേരെ വിട്ടേക്കണം. സ്വോത്രം. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ അപ്പൻ പറയും മണവാട്ടിയെ ചേർക്കാൻ. ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. വരുന്ന പുള്ളിക്കും അറിയത്തില്ല, കൂടെ വരുന്ന കമാൻഡോസിനും അറിയത്തില്ല. പിന്നെ മുണ്ടക്കായ തലക്സ് പ്രവാചകൻ വെള്ളറിന് എന്നിട്ട് ഇത്രാം തീയതി യേശു വരുമെന്ന് പറഞ്ഞാൽ അവൻ്റെ പേരാ കള്ളപ്രവാചകൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതിൻ്റെ അർത്ഥം മലയാളികളെ ഉദ്ദേശിച്ച ഇവിടെ തന്നെ പിടിക്കാം. ഇവിടെ 72 വയസ്സുള്ള ഒരു തോമാച്ചായൻ കാവല്ലൂർ ദൈവസഭയ്ക്ക് അടുത്തുള്ളതാണ്. പക്ക കുടിയും കഞ്ചാവും വെള്ളമടിയൊക്കെയാണ്. അപ്പോൾ ആരോ പറഞ്ഞ് 2 മാസത്തിനകം യേശു വരുമെന്ന്. സ്വോത്രം. അപ്പോൾ പുള്ളിക്ക് പിടികിട്ടി ഇനി നരകത്തിൽ പോണ്ട. കാവല്ലൂർ ദൈവസഭ ഒരു ഞായറാഴ്ച വരും. നമ്മുടെ ദാസയ്യം പാഷക്ക് സന്തോഷം, ഒരു കുഞ്ഞാടൂടെ വന്നല്ലോ, തലേ കൈവക്ക്. 2-ാമത്തെ ആഴ്ച കുഞ്ഞ് സങ്കീർത്തനം. 3-ാമത്തെ ആഴ്ചയിൽ രക്ഷയുടെ ദൂത് പറയൂ. 4-ാമത്തെ ആഴ്ചയിൽ സാക്ഷ്യം പറയൂ. 5-ാമത്തെ ആഴ്ചയിൽ കലക്കവെള്ളത്തിൽ ചാടിക്കും. 6-ാമത്തെ ആഴ്ചയിൽ തിരുമേശ പങ്കാളിയാവും. കർത്താവിന് കൊണ്ടുപോണ്ട്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. 70 വയസ്സ് വരെ നാട്ടിലുള്ള മാങ്ങയും പറിച്ച് ബിവറേജസിൽ അടിയും കൂടി നാട്ടുകാരെല്ലാം കത്തിക്കുത്ത് നടത്തിയിട്ട് അവസാനം 1.5 മാസം സഭയെ വന്ന് കയറും. സ്വോത്രം. അതുകൊണ്ട് മലയാളിയെ ഉദ്ദേശിച്ച ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. തീർന്നില്ല ആ കാലം. ബാക്കി വായിക്കേണ്ട. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും. അതെല്ലോ അച്ചായമ്മമ്മേ, എന്നെക്കാൾ പ്രായം കൂടിയ ദൈവദാസന്മാർ അച്ചായന്മാരിരിക്കുന്നു എന്ന് രാവിലെ പേപ്പർ തുറന്നാൽ പോരെ? കാര്യം റെഡിയല്ലോ. ഇല്ലാത്ത ദിവസമുണ്ടോ? യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച് എന്ന് നോക്കിയാലും മലയാളത്തിൽ ഇതാ വാർത്ത. സ്വോത്രം. ഇതെങ്ങനെ വന്നെന്നറിയാൻ വയ്യ. സ്വോത്രം. ഇതാ കിടക്കുന്നു. ഇതായിരുന്നു നോഹയുടെ കാലം. 2-ാമത്തെ കാലം ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ. എന്താ ലോത്തിന്റെ കാലം? ലോത്തിന്റെ കാലം ആ കല്യാണമില്ലാത്ത കാലം. പെങ്കൊച്ചും ചെറുക്കനും തിരുവനന്തപുരത്ത് നാഗർകോവിൽ വണ്ടി കയറും. അവൻ കളിക്കാവളെ ഇറങ്ങും, അവൾ മാർത്താണ്ഡത്തും ഇറങ്ങും. സ്വോത്രം. അതായില്ലേ ഇന്നത്തെ വിവാഹമോചനം. 2 അന്നമ്മ ചിന്നമ്മയെ കല്യാണം കഴിക്കും, തോമാച്ച അവറാച്ചാനെ കല്യാണം കഴിക്കും. ഇതായിരുന്നു ലോത്തിന്റെ കാലത്ത്. ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. ആലോചന വേണ്ട, പാസ്റ്റർ വേണ്ട, കൈവച്ച വേൾഡോണ്. ചെറുക്കൻ ഫിംഗർ ടിപ്പ്, പെണ്ണ് ഫിംഗർ ടിപ്പ്. സ്വോത്രം. കണ്ടില്ലേ? അതിനെല്ലാം നമ്മുടെ സഭക്കാരും എല്ലാം കൂടിക്കഴിഞ്ഞു. എല്ലാം സംഭവിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ കുഴപ്പം സ്വർഗ വിവാഹം. കണ്ടില്ലേ? ഇനി ഈ ലോകം തീരാൻ പോവുക. ഇന്ത്യയിൽ 3 മലയാളി പെങ്കൊച്ചുങ്ങൾ നേരെ സുപ്രീം കോടതി പോയി. പേപ്പർ വായിക്കണം. സുപ്രീം കോടതി ചെന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ സ്വർഗ വിവാഹം വരണം സാറ് 50 രാജ്യങ്ങളിലായെന്ന്. ആ സമയത്ത് ഇപ്പുറത്തെ പോണ്ട് BJP ആരോകട്ടെ അറ്റോർണി ജനറൽ എടുത്തിയാടി പറഞ്ഞു, സാറ് ആ പരിപാടിക്ക് ഒപ്പിട്ട ശമ്പളം തരുന്ന ഞങ്ങളാ, ഈ പെൺപിള്ളേരല്ല ശമ്പളം തരുന്നത്. അദ്ദേഹം പറഞ്ഞു എന്തെന്നാ, ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ആർഷഭാരതത്തിലൊരു കാര്യമുണ്ട്, സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയോ, അല്ലാതെ അന്നമ്മയ്ക്ക് ചിന്നമ്മയും തോമാച്ചാനും അവറാച്ചാനും ഇല്ലെന്ന്. സ്വോത്രം. ബില്ലവിടെ കീറിയെന്ന്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറ ഇന്ത്യൻ പാർലമെന്റിൽ വരെ വന്നു കഴിഞ്ഞു, സുപ്രീം കോടതിയിലും വന്നു കഴിഞ്ഞു. അന്ത്യകാലം
കണ്ടില്ലേ? അതുകൊണ്ട് അതിന് തുടക്കമായിരുന്നു ഈ കോവിഡിന് മുമ്പിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങിയായിരുന്നു ചുംബന സമരം. പെൺപിള്ളേരെല്ലാം പോയില്ലേ? സ്വോത്രം. ഇന്ന് രാത്രി ഞാൻ പ്രത്യേകിച്ച് പറയാം, ചെറുപ്പക്കാരോടും പെൺപിള്ളേരോടും പറയാം, ചുംബന സമരത്തിന് പോയാൽ ഒന്ന് കർത്താവിൻ്റെ അടി, 2 RSSകാർ മുളപടിയായിട്ട് അവിടെ നിൽപ്പുണ്ട്, 2 അടി ഉറപ്പാ. സ്വോത്രം. അതുകൊണ്ട് ഈ പരിപാടിക്ക് പോകരുത്. സ്വോത്രം. ഇതിൻ്റെ പേരാ നിങ്ങളുടെ ഫേസ്ബുക്കിൽ വന്ന കിസ് ഓഫ് ലവ്. ഇത് ദുഷ്കാലമാകയാൽ മിണ്ടുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയുക മലയാള ഭാഷ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ ഏതന്റെ പർദീസയ്ക്കകത്ത് സ്വർഗം. ആദമന് മറ്റൊരാദമനല്ല, ഹവ്വായ്ക്ക് ചിന്നമ്മാമയല്ല. ആദമന് തക്ക തുണയായി സ്വർഗത്തിലെ ദൈവം ഹവ്വായെ കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചെങ്കിൽ ആ നിയമത്തെ മനുഷ്യൻ മാറ്റാൻ ശ്രമിച്ചാൽ ഈ ലോകത്തെ ദൈവം തീർത്ത് കളയും. സ്വോത്രം. അതുകൊണ്ട് അന്ത്യകാലം, അതുകൊണ്ട് അപ്പച്ചന്മാർ പറയുന്ന കലികാലം. അങ്ങനെയെങ്കിൽ നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ നാഥൻ്റെ വരവിങ്കൽ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ നാഥൻ്റെ വരവിങ്കൽ. അങ്ങനെയെങ്കിൽ ആരുടെ വംശം? ഇസ്രയേലിലെ 3 മരങ്ങൾ, അത്തി, മുന്തിരി, ഒലിവ്. ബൈബിളിനകത്തുണ്ടോ? അത്തിവൃക്ഷത്തെ സ്വർഗം ശപിക്കുന്നു. വായിച്ചു തുടങ്ങാം. മത്തായി സുവിശേഷം 24:18-19. യഹൂദന്റെ 3 മടങ്ങി വരവുകൾ. മത്തായി 24:18-19 വായിച്ചിട്ട് കുഞ്ഞ്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് 21:18-19. 21 മോനെ, 21:18-19 21 വായിച്ചട്ടെ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ വാക്യം ഞാൻ പറയാതെ, അവൻ പിന്നെ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് ഒരു അത്തിവൃക്ഷം കണ്ടു. ആ അത്തിയ ഇസ്രായേൽ. അതിനകത്ത് വായിച്ചട്ടെ. അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ. ഒരു ഗുണവുമില്ല, വെറുതെ നിൽക്കുക. കാവല്ലൂരി ഒരു ഗുണമില്ലാതെ നിൽക്കുന്ന പോലെ. ഇലയല്ലാതെ ഒന്നും കാണാതിരിക്കയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ. നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ ഇരിക്കട്ടെ. അടുത്തത് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ഇതാ കർത്താവിന്റെ മടങ്ങി വരവ്. ഈ അത്തി തളിർക്കണം. അതാ പൗലോസ് ലേഖ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. കടക്കാം. 5 കോടതികൾ 7 പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുതൽ. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോണം. അതിലൊന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ്, 2 ബറബാസ്. അന്ന് ഈ പീലാത്തോസിന് കാര്യം പിടികിട്ടി. 5 കോടതികൾ 7 പ്രാവശ്യം. അവസാനത്തെ ഫൈനൽ വിസ്താരമാണ്. യവനിൽ യാതൊരു കുറ്റവുമില്ലെന്ന്. ആ സമയത്ത് പീലാത്തോസ് വിചാരിച്ച് എന്തെങ്കിലും പെറ്റിക്കോസ് കൊടുത്ത് ഫൈനുമായിട്ട് വിടാന്ന്. അപ്പൊ പീലാത്തോസിന്റെ അമ്മാമ്മ പെട്ടെന്നൊരു വാട്സപ്പ് നല്ല പ്രിന്റായിട്ട് കൊടുത്ത് വിട്ട് പറഞ്ഞു, അച്ചായോ, ആ മുമ്പിൽ നിൽക്കുന്ന പുള്ളിയുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ വിധി എഴുതരുത്. അവൻ സാക്ഷാൽ ദൈവപുത്രനാ. അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിധി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ തലമുറയ്ക്ക് ദോഷം വരും. അതുകൊണ്ട് ആ പീലാത്തോസിന്റെ ഭാര്യ കറക്റ്റായിട്ട് ഒരു ഇന്റിമേറ്റ് കത്ത് ഭർത്താവിന് കൊടുത്തുവിട്ട് യഹൂദന്മാർ പടവിളിയും നിലവിളിയും. അവർ നിലവിളിച്ച കാര്യം അവന്റെ രക്തം ഞങ്ങളുടെ മേലും വായിക്കാം. ആ സമയത്ത് വായിക്കുമ്പോൾ ആ സമയത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായി വഞ്ചൂരിനകത്തൊരു വിധി എഴുതി ടൈപ്പ് ചെയ്ത് ഒപ്പിട്ടതിന് ശേഷമേ ഇരുന്ന് വെള്ളം കുടിക്കുന്ന ജഡ്ജി താഴേക്ക് വരത്തുള്ളൂ. പക്ഷേ ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിക്കൊണ്ട് പീലാത്തോസ് ഒരു കാര്യം ചെയ്തു. യഹൂദന്റെ നിലവിളി, അവന്റെ നിലവിളി പ്രകാരം ഒരു കാര്യം ചെയ്തു. അവന്റെ ഈ യേശുവിനെ ക്രൂശിക്കാൻ കൽപ്പന കൊടുത്തു. കൽപ്പന കൊടുത്തതിന് ശേഷം താഴെ ഇറങ്ങി വന്നു. കിണ്ടിവെള്ളം എടുത്തിട്ട് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങളുടെ നിലവിളി പ്രകാരമായി വിധി എഴുതിയത്. ഇത് കോടതിയുടെ വിധിയല്ല. ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. അന്ന് ഈ യഹൂദൻ വിളിച്ചു പറഞ്ഞു, കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ കൊണ്ടുപോയി 1498 കിലോമീറ്റർ വാഗ്ദത്ത കനാൻ ദേശം കൊടുത്തതിന് ശേഷം അവരുടെ സന്തതി പരമ്പരകളെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിന്റെ നിറകുടമായി ലോകത്തിന്റെ മധ്യപകുതിയായ പശ്ചിമേഷ്യയുടെ നടുവിൽ ഇസ്രായേൽ വളർന്ന കാലത്ത് അവർ എന്ത് ചെയ്തു? നാഥനോട് മത്സരിച്ചു. അവരെങ്ങനെ ചിതറി തുടങ്ങി? വായിക്കാം. മത്തായി സുവിശേഷം 27-25. അനുഗ്രഹമല്ല ശാപം മേടിച്ചു കൂട്ടി. വായിച്ചിട്ട് അവന്റെ രക്തം ഞങ്ങളുടെ മേലും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെ ഉത്തരം പറഞ്ഞു. ഇതാ ഇസ്രായേലിന്റെ ന്യായവിധി. ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറുവാൻ അവർക്കുണ്ടായ കാലമാ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. ഇനി അവർ എങ്ങനെ മടങ്ങി വരും? അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ
അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പിന്. ഇന്ന് രാത്രി കേട്ടോണേ, AD 70 ദൈവാലയം തകർന്നു. ഒരു കഥ പോലെ കേട്ടോണേ, ഇനി ആ വാക്യങ്ങൾ വരാൻ പോകുന്നത്. AD 70 ദൈവാലയം തകർന്നു. AD 130 ആയപ്പോൾ യഹൂദൻ ചിതറി. എവിടം വരെ ചിതറിയെന്നറിയാമോ? കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്ക വരെ യഹൂദൻ ചിതറി. ലോകത്തിന്റെ പട്ടണങ്ങൾ മുഴുവൻ അവൻ ചിതറി. താണ്ടു പേടിച്ചു വെച്ച ശാപ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അവർ ചിതറിക്കഴിഞ്ഞപ്പോൾ അവരെവിടെ ചെന്ന് അരക്ഷിതാവസ്ഥയിൽ പെട്ടുപോയി. കേട്ടു, കേരളത്തിൽ തന്നെ മട്ടാഞ്ചേരി അല്ല മാത്തഞ്ചേരി എന്നാ അതിൻ്റെ പേര്. അതിന് ഈ യഹൂദൻ വന്ന് പേര് വിളിച്ച് മാത്തനെന്ന് അവൻ അറിയാത്തതുകൊണ്ട് മാത്ത പറഞ്ഞാൽ മട്ടാഞ്ചേരി ആയത്. സ്വോത്രം. സായിപ്പിനോട് മരച്ചീനി കാണിച്ചപ്പോൾ എവിടാ ചീനിന്ന് ചോദിച്ചപ്പോൾ തപ്പി നോക്കാൻ പറഞ്ഞു. അന്നേരം സായിപ്പ് പറഞ്ഞാൽ ടപ്പി നോക്കിയാ അങ്ങനെ മരച്ചീനി ആയത്. സ്വോത്രം. അതുപോലെ മാത്തഞ്ചേരി മട്ടാഞ്ചേരി ആയത്. സ്വോത്രം. അങ്ങനെയെങ്കിൽ മാള, നമ്മുടെ കരുണാകർജി മത്സരിച്ച മാള, ഈ മാളയാണ് മായിലാക അലയുന്ന യഹൂദൻ. ഇരിങ്ങാലക്കുട, മണിപ്പൂര്, ആസം, മേഘാലയ, ഷില്ലോങ്, ഇവിടെ എല്ലാം ലോകത്തിന്റെ വൻകരകളിൽ അവർ ചിതറുവാനിടയായി തീർന്നു. AD 70 ആദ്യത്തെ ചിതർ. AD 135 അബ്രഹാം കൊടുത്ത കനാൻ ദേശത്ത് ഒറ്റ യഹൂദന്മാര് പോലും ഇല്ലാതെ കാൽവറിയിലെ ശാപം അവരെ മുടിച്ചു. അതിന്റെ പേര് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. വേടിച്ച ശാപം. ഇന്ന് രാത്രി യഹൂദന്റെ മടങ്ങി വരവുകളെ പറ്റി അവർ ലോകത്തിന്റെ വൻകരകളിൽ പാർത്തു. എന്താ കിട്ടിയത്? പല്ലി, ചെരുപ്പിന്റെ വാറ്, പാമ്പിന്റെ തോല്. അബ്രഹാമിന്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശം. പക്ഷെ പ്ലാൻ വിട്ടു, പദ്ധതി വിട്ടു പോയപ്പോൾ അവർ ചിതറുവാനിടയായി തീർന്നു. ഒന്നാമത്തെ യഹൂദന്റെ പുറപ്പാട്, പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയാൽ ഇസ്രായേൽ ജനം ഒന്നാമത് മടങ്ങി വന്നു. 3 മടങ്ങി വരവുകൾ ഈ കൺവെൻഷനിൽ നമ്മുടെ പ്രസംഗം വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 13-ാം വാക്യം 3, അതിന്റെ 14 വാക്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ ക്ലിയറാ വചനം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 3, 14. ഒന്നാമത്തെ യഹൂദന്റെ മടങ്ങി വരവ്. വായിച്ചാട്ടെ. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയിൽ കൂടി ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു. തീർന്നില്ല. ഒന്നാമത്തെ ഇസ്രായേലിന്റെ പുറപ്പാട്, ചെങ്കടൽ കടന്നു വരുന്നത് ഇസ്രായേൽ ജനം. 14-ാമത്തെ വാക്യം കൂടെ യഹൂദന് വേണ്ടി വായിച്ചാട്ടെ. 14-ാമത്തെ വാക്യം വായിക്കാം കുഞ്ഞേ. എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ, നാളെ നിങ്ങളുടെ മക്കളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിലെ ദൈവമാ നമ്മളെ മടക്കി കൊണ്ടുവന്ന അടുത്ത വാക്യം വായിച്ചാട്ടെ. യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമവീടായ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ഇതാ ഇസ്രായേലിന്റെ ഒന്നാമത്തെ മടങ്ങി വരവ്. ഇനിയെങ്കിൽ രണ്ടാമത്തെ മടങ്ങി വരവ്, മൂന്നാമത്തെ മടങ്ങി വരവ്. ലോകം അവസാനിക്കും. ആ ബേസ ഈ കൺവെൻഷൻ. നമ്പർ 1, അടിമ വീട്ടിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേറ്റു. അവരുടെ നിലവിളി ഞാൻ കണ്ടു. അങ്ങനെ ആയിരക്കണക്കിന് ആടുകളെ പെസകായിൽ അറത്തു. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും തേച്ചു. പഴയ നിയമത്തിന്റെ വിമോചകനായ മോശ ചുള്ളിവടി ഹല്ലേലൂയ ചെങ്കടലിൽ നീട്ടിയപ്പോൾ അന്ന് രാത്രി മുഴുവനും കിഴക്കൻ കാറ്റടിപ്പിച്ചു. ചെങ്കടലിൽ കൂടി ചെങ്കൽപാതയൊരുക്കി തൻ്റെ ജനത്തെ മറുകര കടത്തി. ഒന്നാമത്തെ പുറപ്പാട്. ബൈബിളും പ്രവചനവും ലോകാന്ത്യ സംഭവങ്ങൾ. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് അടയാളം അത്തിയാകുന്ന ഇസ്രായേൽ. 2, ഇതെല്ലാവരും മറന്നുപോയി. സ്തോത്രം. അതാ മോശ പറഞ്ഞ്, പിതാക്കന്മാരെ മരുഭൂമിയിൽ നടത്തിയ കാര്യം നിന്റെ മക്കളോടും നിന്റെ തലമുറകളോടും അവൻ്റെ ബലമുള്ള കരം നമ്മളെ വിടുവിച്ചു. സ്തോത്രം. ആ യഹൂദന അവസാനം എന്താ ചെയ്തത്? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഇനി യഹൂദൻ അനുഭവിച്ച പങ്കപ്പാടുകൾ കേട്ടോണേ. യഹൂദൻ അനുഭവിച്ച പങ്കപ്പാടുകൾ. ഇവൻ തിരിച്ചു വരുന്നതിൻ്റെ അർത്ഥം യഹൂദൻ അനുഭവിച്ച പങ്കപ്പാടുകൾ. ആവർത്തന പുസ്തകം 28, 64 മുതൽ 68 വരെ വാക്യങ്ങൾ. ഇത് ബൈബിളുള്ളവരെല്ലാം എടുത്തോണം. ഇന്ന് ഇസ്രായേലിലെ പലരും കുറ്റം പറയും. പക്ഷേ അവൻ ശരിയാന്ന് ഞാനും പറയത്തില്ല. പക്ഷേ വചനത്തോടും മറുതലിച്ചവരെ ദൈവം കൊടുത്ത ന്യായവിധി. ആവർത്തന പുസ്തകം 28 64 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ വായിച്ചട്ടെ. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ വായിച്ചട്ടെ. മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. ഇതെവിടാ?
കാൽവറിയിലെ ശാപം, പീലാത്തോസിന്റെ അരമനയെന്ന് യഹൂദൻ നിലവിളിച്ചത്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അടുത്ത വാക്ക്, അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. സീനായുടെ മടിത്തട്ടിൽ മോശയോട് ദൈവം പറഞ്ഞു, പെന്തിക്കോസുകാരും മിണ്ടുന്നില്ല, മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിന്റെയും വിഗ്രഹത്തെ വണങ്ങരുത്, ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടപ്പോൾ കല്ലും മണ്ണും കൊണ്ടുള്ള വിഗ്രഹങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തുവാനിടയായി. ഇതാ കിടക്കുന്നു. ഇതാ വചനം തെറ്റിച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന ന്യായവിധി. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. ഇതാ കിടക്കുന്ന പാലും തേനും എടുക്കുന്ന കനാൻ, വാഗ്ദത്ത കനാൻ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. കേട്ടോ, അന്നൊരു സംഭവം നടക്കിയ ജാതികളുടെ ഇടയിൽ സ്വസ്ഥത കിട്ടത്തില്ല. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് തരാം. കൊച്ചി മട്ടാഞ്ചേരി ഒരു സംഭവം നടന്നു. വൈകിട്ട് യഹൂദൻ മുട്ട വിൽക്കാൻ പോകും. നമ്മുടെ ചില ചേട്ടന്മാർ മട്ടാഞ്ചേരിക്കാർ വൈകിട്ട് കുടിച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ മുട്ട വിറ്റ കാശുമായിട്ട് യഹൂദൻ വരുന്നു. അവൻ്റെ തലയിലെ ട്രേ താഴെ വെച്ചിട്ട് നമ്മുടെ ചേട്ടന്മാർ കള്ളുകൂടിയന്മാർ പറഞ്ഞതാ, ഈശോയെ കൊന്നോമാരില്ലയോ യവൻ. ആ ഒരു യഹൂദന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മട്ടാഞ്ചേരി കടലി വരെ തള്ളിയിട്ട് കണ്ടോ, ദാ കിടക്കുന്ന കാര്യം, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കിട്ടിയ ശാപം കണ്ടോ, നിനക്കൊരു സ്വസ്ഥത കാണത്തില്ല. അടുത്ത വാക്ക് യഹൂദൻ വായിച്ചട്ടെ. അടുത്ത വാക്ക്, അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും. അതാ കിടക്കുന്ന കനാനിൽ നിന്ന് നല്ല പാട്ടുപാടിയ പാർട്ടികൾ, അവിടെ നിന്ന് നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും. അടുത്തത് കണ്ണും നിരാശയുള്ള മനസ്സും തരും. അയ്യോ, നിരാശയ, പ്രത്യാശകളെല്ലാം നഷ്ടപ്പെട്ടു. വീടില്ല, കൂടില്ല, പാസ്പോർട്ടില്ല, തലമുറകൾക്ക് അനുഭവിക്കാൻ ഒന്നുമില്ല. അഭയാർത്ഥികളായി ലോകത്തിന്റെ വൻകരകളിൽ ഇന്ന് രാത്രി വചനം മനസ്സിലായിക്കോണം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. ആ കിടക്കുന്ന ഏത് നിമിഷവും നീ കൊല്ലപ്പെടുമെന്ന് സ്വത്രം. ഒരുവൻ നോക്കിക്കഴിഞ്ഞാൽ, നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവൻ തുലാസിനകത്ത് തൂക്കിയതുപോലെ യഹൂദൻ നിലവിളിക്കും. അടുത്തത്, രാവും പകലും നീ പേടിച്ച് പാർക്കും. ദാ കിടക്കുന്ന രാത്രിയാകുമ്പോൾ വിചാരിക്കും, കർത്താവേ ഒന്ന് നേരം വെളുത്താ മതി. വെളുപ്പാകുമ്പോൾ വിചാരിക്കും, കർത്താവേ അടി വരാൻ സാധ്യതയുണ്ടെന്ന് രാത്രിയായാ കിട്ടിയാ മതി. ഇങ്ങനെ യഹൂദൻ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ. അടുത്ത വാക്ക് വായിച്ചിട്ട്, മരണഭയം നിന്നെ വിട്ടുമാറുകയില്ല. മരണഭയം, പുറത്തിറങ്ങി അവനെ കൊല്ലുന്നൊരു കാലം വരും. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അടുത്തത്, യഹൂദൻ അനുഭവിച്ച ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തം, നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും, നിന്റെ സഹോദരങ്ങളെ നിന്റെ മുൻപിലിട്ട് കുത്തുകൊല്ലുമെന്ന്. അതാ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും. അടുത്ത വാക്ക്, നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു എന്നും. വീട്ടിൽ നിന്ന് വിളിക്കിറങ്ങത്തില്ല. നേരം വെളുക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഇരുട്ട് വീണാ മതി, ഏത് സമയവും തലയറ്റു പോകും. അടുത്ത വാക്ക്, സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നീ പറയും. രാത്രിയാവും പറയും, ആരെങ്കിലും അക്രമത്തിന് വരുന്നതിൽ നല്ല ഇച്ചിരി വെട്ടം കിട്ടിയാൽ മതി എന്ന് പറയും. യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം. ഗുരു, നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അത്തി തളിർക്കുക വേണം. ഇനി അടുത്ത വാക്ക് വായിച്ചാട്ട്. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകും. ദാണ്ട പണ്ട് ചെങ്കടൽ വിഭജിച്ചപ്പോൾ മിര്യാം എന്ന് പറയുന്ന ഒരു അമ്മാമ തപ്പെടുത്ത് പാടി എത്ര പേർക്ക് ഓർമ്മയുണ്ട്? സ്വോത്രം മിണ്ടുന്നില്ല. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് പോയപ്പോൾ മിര്യാം തപ്പെടുത്ത് പാടി, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല, ആ കഷ്ടമിനി വരികയില്ലെന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് നീ വചനത്തോട് മറുതലിച്ചാൽ 7 മടങ്ങ് നിന്നെ ഞാൻ ശിക്ഷിക്കും. സ്വോത്രം എത്ര ക്ലിയറായി? ഒരു വർഷ സമയം ഇസ്രായേൽ 360 ദിവസം. 360 7 കൊണ്ട് കുടിച്ചാൽ 2520. കറക്റ്റ്. BC 606 നെബൂഖദ്നേസർ ദൈവാലയം തകർത്തു. മടങ്ങി 2520 കണക്ക് കൂട്ടുമ്പോൾ കിട്ടും 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയോൻ. അതാ അത്തി തളർത്ത കഥ. അങ്ങനെയെങ്കിൽ ഇനി അന്ന് എല്ലാ സ്ഥലത്തും പട്ടിണിയാ. ഇനിയുള്ള വാക്യങ്ങൾ കേട്ടിട്ട് പെന്തക്കോസുകാർ പറയണം, എന്താ ഇവൻ അനുഭവിച്ചത്? ജോസീഫസിന്റെ ചരിത്രത്തിൽ ഒരു കഥയുണ്ട്, കേൾക്കണമേ. അന്ന് ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളും നടക്കുക. ആ സമയത്ത് പട്ടാളം റോന്ത് ചുറ്റുക. അങ്ങനെ പട്ടാളം റോന്ത് ചുറ്റുമ്പോൾ അമ്മച്ചിമാരെല്ലാം കഥ കേൾക്കണം. പട്ടാളം റോന്ത് ചുറ്റുമ്പോൾ അന്ന് പട്ടാളക്കാരൻ പട്ടിണിയാണ്. ഒരു തെരുവിൽ കൂടി പോകുമ്പോൾ നല്ല വറുത്ത മാംസത്തിൻ്റെ മണമടിക്കുന്നു. ആ വറുത്ത മാംസത്തിൻ്റെ മണമടിച്ചപ്പോൾ പട്ടാളക്കാർക്കും വിശപ്പുണ്ട്. അവിടെ നിർത്തിയിട്ട് പുരയ്ക്കകത്ത് ഓടിച്ചെന്നു. പുരയ്ക്കകത്ത്
വീട്ടിനകത്ത് ഓടിച്ചെന്നപ്പോൾ പ്രായമായ ഒരമ്മച്ചി എന്താ പാത്രത്തിനകത്ത് വറുത്ത മാംസം കഴിക്കുകയാ. അമ്മച്ചിയുടെ കയ്യിലെ പ്ലേറ്റിൽ പട്ടാളക്കാർ പിടിച്ചിട്ട് കഴിക്കാൻ മേടിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അത് നിങ്ങൾ കഴിക്കരുത്, വാ കാണിച്ചു തരാം, ഇത് മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെയോ മാംസമല്ല, ദാ കണ്ടു നോക്കൂ, 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് പട്ടിണി കൊണ്ട് ഞാൻ കൊന്നിട്ട് കുട്ടികത്തിനകത്ത് വെള്ളത്തിൽ താത്തിട്ട് അതിൻ്റെ മാംസമാ ഞാൻ വറുത്ത് തിന്നുന്നത്. സ്തോത്രം. ബൈബിളിനകത്തുണ്ടോ അങ്ങനെ കാര്യം? വചനത്തോട് മറുതലിച്ചാൽ 3 ഭാഗങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 53-ാമത്തെ വാക്യം, സ്വന്തം മക്കളെ കൊന്നിട്ട് ഫ്രൈ ആക്കി തിന്നും. ഇതാ കാൽവറിയിൽ കിട്ടിയ ശാപം. വായിക്കാം മക്കളെ. ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിൽ നിരോധത്തിലും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ അയ്യോ സ്വന്തം കുഞ്ഞിനെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. കരമുയർത്തിയാട്ട, ഇതാ അവന്റെ ശാപം. അവന്റെ രക്തം ഞങ്ങളുടെ മേൽ പറഞ്ഞത് എത്രയോ കൊല്ലങ്ങൾക്ക് പിറകിൽ. പക്ഷേ ഇസ്രയേലിൽ സംഭവിച്ച കാര്യം പറഞ്ഞത് തീർന്നില്ല. ഇത് തന്നെ ഇരമ്യാവും പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ എടുത്താട്ട് ഇന്ന് പലരും ഈ ജാതിയെ പറ്റി പലരും കുറ്റം പറയുമ്പോൾ ഇവരനുഭവിച്ച കാര്യം ഇരമ്യാ പ്രവചന 19-ാം അധ്യായം 9-ാമത്തെ വാക്യം കർത്തൃദാസൻ വാർച്ച് സഹായിച്ചാട്ട് ഇരമ്യാവിനോട് സ്വർഗം അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും എവിടെ ചെന്നാലും അവൻ അടിയും കല്ലേറും. ആ സ്വത്രം അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. കിടക്കുന്ന നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഫ്രിഡ്ജില്ലാഞ്ഞ് കുട്ടുകത്തിനകത്ത് വെച്ചിട്ട് ആ മാംസം തണുപ്പിച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ച് തൂട്ട് തിന്നുന്നൊരു കാലം യഹൂദന്റെ ഇടയിൽ. ഇത്രയും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അടുത്തത് അവനേറ്റ ശാപം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 27, 29 ആ വാക്യങ്ങൾ അല്ല, അതിന്റെ 32 വരെ 26, 27, 29 ബൈബിൾ ഒന്ന് പഠിച്ചാട്ടെ ദൈവമക്കൾ. ലേവ്യ പുസ്തകം 26, 27, 28, 29 വാക്യങ്ങൾ ബൈബിൾ ക്ലിയർ. യഹൂദൻ ചിതറും, കാൽവറിയിലെ ശാപം. വായിക്കാം. ഞാൻ നിങ്ങളുടെ അപ്പം എന്ന കോൽ ഒഴിച്ചിരിക്കുമ്പോൾ അടുത്തത് 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കി തരും. അടുത്തത് നിങ്ങൾ ഭക്ഷിച്ചിട്ട് തൃപ്തരാകയില്ല. ലേവ്യ പുസ്തകം 26, 27, 29 ഏതായ വാക്യം ഒന്നെടുത്താട്ടെ. ഇതെല്ലാമായിട്ടും വായിച്ചോ. ഇതാണ് ഇസ്രായേൽ പഠിക്കാത്തവൻ, അനുസരണ ഇല്ലാത്തവൻ. ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെ, പണ്ടേ നിന്റെ ശീലം ഇതാ, നീ വാക്ക് കേൾക്കത്തില്ല. കേട്ടോ, എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. സ്വർഗത്തിന്റെ ശിക്ഷാവിധി ഒഴിച്ചു മാറ്റാൻ പറ്റത്തില്ല. അടുത്ത വാക്ക്, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഇതാ 2520 വർഷം യഹൂദൻ കഷ്ടത അനുഭവിക്കും. യഹൂദന്റെ കലണ്ടർ ദൈവദാസന്മാർ കേട്ടോണേ. നാളെ നീ പറയത്തില്ല ഒരു വർഷം യഹൂദന് 360 360 ഗുണം 7 സമം 2520 കൊല്ലം അടിമ വീട്ടായി ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം നിന്നെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് കളയും. 2520 കൊല്ലം കറക്റ്റ്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം തിന്നും ഇസ്രായേലിൽ. അടുത്തത്, നിങ്ങളുടെ പുത്രിമാരുടെ മാംസം തിന്നും. നിങ്ങളുടെ പുത്രിമാരുടെ പെങ്കൊച്ചുങ്ങളുടെയും മക്കളുടെയും മാംസം പട്ടിണി കൊണ്ട് അപ്പനും അമ്മയും കൊന്നിട്ട് തിന്നുവെന്ന് ഇങ്ങനൊരു ജനത. അടുത്ത വാക്ക്, ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യ വിഗ്രഹങ്ങളെ വെട്ടിക്കളയും. കണ്ടോ, നിങ്ങളെ മടക്കി വരുത്തും. 32-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് പാസ്റ്ററേ. ഞാൻ ദേശത്തെ ശൂന്യമാക്കും. കിടക്കുന്ന പാലും തേനും ഒഴുകുമെന്ന് അപ്പച്ചന് കൊടുത്ത ദേശം ദൈവത്തെ വചനത്തോട് മറുതലിച്ചാൽ ദൈവം ശൂന്യമാക്കും. പെന്തിക്കോസാർക്ക് സന്തോഷമില്ല. കർത്താവിൻ്റെ 2 വടിയുണ്ട് മക്കളെ. ഇന്ന് നമുക്ക് ആശീർവാദത്തിൻ വടി മാത്രമേ ഉള്ളൂ. സ്വോത്രം. എന്നാൽ ന്യായവിധിയുടെ ഒരു വടിയും കൂടെ ഉണ്ട്. സ്വോത്രം. അത് മനസ്സിലാക്കിയാൽ നല്ലത്. സ്വന്തം ജനമായിട്ട് അവൻ ന്യായം വിധിച്ചു. അടുത്ത വാക്ക് വായിച്ചാട്ടെ പാസ്റ്ററേ. അടുത്ത വാക്കൂടെ 32 അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിങ്കൽ ആശ്ചര്യപ്പെടും. കിടക്കുന്ന നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കും. എങ്കിൽ ഇസ്രയേൽ മടങ്ങി വരണം. അന്നത്തെ കാര്യം കേൾക്കണോ? വീട്ടിനകത്ത് ശിക്ഷാവിധി. ഒരു കുഷ്ഠം വന്നാൽ യഹൂദനെ അടിച്ചു കൊല്ലും.
ടൈഫോയിഡ് വന്നാൽ യഹൂദനെ അടിച്ചു കൊല്ലും. അഭിഹിത ഗർഭം സംഭവിച്ചാൽ വഴിയെ പോകുന്ന യഹൂദനെ അടിച്ചു വന്നാൽ അന്നത്തെ നാട്ടുകാർ പറയും മോക്ഷം കിട്ടും, മോക്ഷം കിട്ടും. ഈ ഒരു വാക്ക് വചനത്തോട് മറുതലിച്ചാൽ, പ്രസംഗത്തിന്റെ 1-ാം ഭാഗം വായിക്കാം, സങ്കീർത്തനം 50:22 വാക്യം. ദൈവത്തെ മറക്കുന്നവരെ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ, ഇത് ഓർത്തുകൊള്ളുവീൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. കരം ഉയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വന്തം ജനം, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിട്ട് നിങ്ങൾ എന്നെ കൈക്കൊള്ളാതെ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന വചനത്തിന്റെ നിവർത്തി സങ്കീർത്തനക്കാരനോട് ചേർന്ന് യഹൂദനോടുള്ള ബന്ധത്തിൽ വചനത്തെ മറക്കുന്നവരെ നിങ്ങൾ ഇത് ഓർത്തുകൊള്ളുവീൻ.